ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാത്രം ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കറക്റ്റ് ഒരു ഫ്ലേവറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചിക്കനിലേക്ക് 3 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂടുമ്പോൾ അതിനനുസരിച്ച് സവാള കൂട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് നടുമുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തി കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റാണ് ഇവിടെ ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ ഗാർലിക് പേസ്റ്റിനെക്കാട്ടും കുറച്ച് കുറവായിട്ട് ജിഞ്ചർ പേസ്റ്റ് ചേർത്തി കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചത് ചേർത്തുന്നുണ്ട്. അപ്പോൾ മസാല പോലത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉലുവ പൊടിച്ചത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മൾ കറിക്ക്. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർത്തി കൊടുത്തത്. ഓവറായിട്ട് ചേർക്കരുത്, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഫ്ലേവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തി കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസുള്ള തക്കാളി കട്ട് ചെയ്തതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു തക്കാളിയുടെ ഉള്ളിൽ ഇതിൽ കിടന്നിട്ട് ചിക്കൻ വെന്ത് കിട്ടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണും പെരുംജീരകം, 4 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങ വറുത്തത് ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കറിക്ക് നല്ല നാടൻ ടേസ്റ്റും കിട്ടും. അതുപോലെ തന്നെ നല്ല കുറുക്കും, അതുപോലെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാകും ഈ തേങ്ങ വറുത്ത ചിക്കൻ കറി ആകുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ തേങ്ങ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ പൊടി ഇട്ട് വരുമ്പോഴത്തേക്കും ആദ്യം ഇട്ട് പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഈ തേങ്ങയും പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഒന്ന് ആ ഒരു ടൈം കൊണ്ട് ഇവിടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ വേവിക്കുമ്പോൾ ഞാൻ ഇവിടെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഒരിക്കലും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കരുത്, അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളം മതി ഈ ഒരു കറിയിലേക്ക്. നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ മിക്സ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിക്ക് ഉണ്ടാവും ഈ കറി. അപ്പോൾ നിങ്ങൾക്ക് കറിക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ അത്രയും വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് ടൈം ആവുമ്പോൾ നമുക്ക് ചിലപ്പോൾ കറി ഭയങ്കരമായിട്ട് തിക്കായിട്ട് തോന്നും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് കറി ലൂസാക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ കറി മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കറി ഉണ്ടാക്കിയാൽ മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റേ പാത്രത്തിൽ ചെയ്തത്. അപ്പോൾ കറി ആയതിന് ശേഷം ഞാൻ ഈ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിക്കനും തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ തേങ്ങയുടെ മേലെ അതിൻ്റെ എണ്ണയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനെ താളിച്ചെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വറുത്തരച്ച് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്.
ഈ ഒരു കറി കുറച്ച് ടൈം ഇരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. സാധാ ചിക്കൻ കറിയിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല നാടൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല കൈപ്പത്തിരിയുടെ കൂടെ അതുപോലെ തന്നെ തേങ്ങാച്ചോറിൻ്റെ കൂടെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.